ശാലിനി പ്രസവിച്ചെന്ന് കടന്ന് ശാലിനിക്കുള്ള. പക്ഷെ അവന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യുവതിയുടെ ഇൻ്റർവ്യൂ കാണാൻ ഇടയായ. ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കിച്ചു എന്ന് പറയുന്നത് ശാലിനിയുടെ മോനായിരിക്കും, പക്ഷെ അവനെ വളർത്തിയത് ഞാനാണ് അവൻ്റെ യഥാർത്ഥ അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയധികം കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിനി യഥാർത്ഥത്തിൽ പറയുന്നതാണോ, ഇനി ആരെങ്കിലും ഫേമസ് ആവാം എന്നുള്ള രീതിയിൽ ഇവരെ കുത്തിപ്പൊക്കി വിട്ടതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇൻ്റർവ്യൂവിൽ ഫുള്ള് ഭയങ്കരമായിട്ട് കരഞ്ഞ് നാടകമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കിച്ചുവിനെ പറ്റിയുള്ള ഓർമ്മകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശാലിനി പ്രസവിച്ചിട്ടുണ്ടാവും, ഞാനാണ് യഥാർത്ഥ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി ആർക്കും അധികാരമൊന്നുമില്ല. അതിപ്പോൾ രേണുസുതി ആയാലും ആരായാലും വീണയായാലും ആർക്കായാലും അധികാരമൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇത് എന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ മറുപടി ഇനി കിച്ചുവോ അല്ല രേണുസുതി തന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓരോ ദിവസവും ഇവർക്കെതിരെ, രേണുവിനെതിരെ അല്ലെങ്കിൽ കിച്ചുവിനെതിരെ, സുധിക്കെതിരെയൊക്കെ ഓരോരോ ആരോപണങ്ങൾ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ എന്തുമാത്രം സത്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർക്ക് ഇത് കണക്ക് വന്ന് പറയുമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ എന്തെങ്കിലും ഇത്തിരി ഫേമസ് ആവണം എന്ന രീതിയിൽ വന്നതായിരിക്കും, അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒന്നെങ്കിൽ കിച്ചുവോ രേണുസുതിയോ വന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്തെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ.